ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിക്കുകയാണ്. 6-7 മുദ്രകൾക്കിടയിൽ ഒരു ഇടവേള കാണുന്നു. 1 മുതൽ 6 വരെയുള്ള മുദ്ര 6-ാം അധ്യായത്തിൽ അവസാനിപ്പിച്ചപ്പോൾ 7-ാം മുദ്ര പൊട്ടിക്കുന്നത് 7-ാം അധ്യായത്തിൽ കാണാതെ 8-ാം അധ്യായത്തിൽ കാണുന്നു. 6-ാം അധ്യായത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ അതിശക്തമായ പീഡനം ഭൂമിയിൽ നടമാടിയപ്പോൾ അതിൻ്റെ 17-ാം വാക്യത്തിൽ ഒരു ചോദ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് 6:17. അവരുടെ മഹാകോപ ദിവസം വന്നുവല്ലോ, ആർക്ക് നിൽപ്പാൻ കഴിയും? ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 7-ാം അധ്യായത്തിൽ കാണുന്നത്. പഠന സൗകര്യാർത്ഥം ഈ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തെ 2ആയി തരംതിരിക്കാം. 1. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 8 വരെ ഇസ്രായേൽ ഗണത്തിൽ നിന്ന് 1,44,000 പേരെ മുദ്രയിടുന്നു. 2. വെളിപ്പാട് പുസ്തകം 7:9 തൊട്ട് 17 വരെ ജാതികളിൽ നിന്ന് എണ്ണിക്കൂടാത്ത ജനത്തെ വേർതിരിക്കുന്നു. ഇന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം പഠനത്തിന് വിധേയമാക്കുകയാണ്. ആ വാക്യം ഞാൻ വായിക്കുന്നു. അതിൻ്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ ശേഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാക്യം അല്ലെങ്കിൽ ഈ 7-ാം അധ്യായം ആരംഭിക്കുന്നത്. 6-ാം മുദ്രയിലെ സംഭവങ്ങൾക്ക് ശേഷം എന്നല്ല, പ്രത്യുത 6-ാം മുദ്രയുടെ ദർശനത്തിന് ശേഷം എന്ന അർത്ഥത്തിലാണ്. കുഞ്ഞാടിൻ്റെ കോപത്തിൻ്റെ കാലത്ത് ഒരു വിഭാഗം രക്തസാക്ഷികളായപ്പോൾ മറ്റൊരു വിഭാഗം ജീവനോടെ ശേഷിച്ചിരിക്കുന്നു. ഈ സമയത്ത് 4 കാറ്റും പിടിച്ചുകൊണ്ട് 4 ദൂതന്മാർ ഭൂമിയുടെ 4 കോണിലും കാണപ്പെടുന്നത്. 4 കാറ്റിനെ പറ്റി സക്രിയാവ് 6:5 നമ്മൾ കാണുന്നു. ആ വാക്യം വായിക്കുന്നു. ദൂതനോട് എന്നോട് ഉത്തരം പറഞ്ഞത്, ഇത് സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന ആകാശത്തിലെ 4 കാറ്റുകളാകുന്നു. മറ്റൊരു വാക്യം യിരെമ്യാവിൻ്റെ പ്രവചനം 49:36. ആ വാക്യം ഞാൻ വായിക്കുന്നു. ഞാൻ ഏലാമിൻ്റെ നേരെ ആകാശത്തിൻ്റെ 4 ദിക്കിൽ നിന്ന് 4 കാറ്റ് വരുത്തി ഈ എല്ലാ കാറ്റുകളിലേക്കും അവരെ ചിഹ്നിച്ചു കളയും. ഏലാമിൻ്റെ ഭ്രഷ്ടന്മാർ ചെല്ലാത്ത ഒരു ജാതിയും ഉണ്ടായിരിക്കുകയില്ല. ഈ 2 വാക്യത്തിൽ, അതായത് സക്രിയാവ് 6:5, യിരെമ്യാവ് 49:36, ഇവിടെ 4 കാറ്റ് കാണാം. കാറ്റ് ഊതാതിരിക്കേണ്ടതിന് എന്ന് ഇവിടെ വായിക്കുന്നു. അക്ഷരീകമായ കാറ്റിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാറ്റിൻ്റെ ചലനം കുറേ ദിവസത്തേക്ക് നിലനിൽക്കും എന്ന് കരുതാം. കാറ്റ് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് വീശുന്നു. നഹും 1:3-4 വാക്യങ്ങൾ, സക്രിയാവ് 6:1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ, 9:14, യെശയ്യാ പ്രവചനം 66:15, ഇയ്യോബ് 37:9-10 വാക്യങ്ങൾ, 1 രാജാക്കന്മാർ 19:11, യെശയ്യാവ് 40:7-24 വാക്യങ്ങൾ, സങ്കീർത്തനം 18:15, ആമോസ് 1:14, യിരെമ്യാവ് 23:19, ഹോശേയ 13:15, യോന 4:8. കാറ്റ് ദൈവിക ന്യായവിധിയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. സങ്കീർത്തനം 1:4, സങ്കീർത്തനം 145:18, യെശയ്യാവ് 11:15, 27:8, ദാനിയേൽ 7:2. അടുത്തത് ഈ വാക്യത്തിൽ കാണുന്നത് 4 ദൂതന്മാർ എന്നുള്ളതാണ്. അതായത് വെളിപ്പാട് പുസ്തകം 7:1 4 ദൂതന്മാരെക്കുറിച്ച് കാണുന്നു. ദൂതന്മാർ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി മാത്രമല്ല കാണപ്പെടുന്നത്, കൂടാതെ പ്രകൃതി ശക്തികളെ നിയന്ത്രിപ്പാൻ അധികാരം പ്രാപിച്ചവർ കൂടെയാണ് ദൂതന്മാർ. അതിന് 3 തെളിവുകൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് തന്നെ തരുന്നു. 1. തീയെ നിയന്ത്രിക്കുന്ന ദൂതൻ, വെളിപ്പാട് 14:18. 2. വെള്ളത്തെ നിയന്ത്രിക്കുന്ന ദൂതൻ, വെളിപ്പാട് 16:5. 3. കാറ്റിനെ നിയന്ത്രിക്കുന്ന ദൂതൻ, വെളിപ്പാട് 7:1. ഈ 4 ദൂതന്മാർ ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നതായി കാണുന്നു. കാറ്റിനെ നിയന്ത്രിപ്പാനാണ് ഇവർ നിൽക്കുന്നത്. അല്ല എങ്കിൽ ന്യായവിധിയുടെ കാറ്റ് ഭൂമിമേലും കടലിന്മേലും വൃക്ഷത്തിന്മേലും അടിക്കും. ഭൂമിയുടെ 4 കോണിനെ പറ്റി യെശയ്യാവ് 11:12, യെഹെസ്കേൽ 7:2, യിരെമ്യാവ് 49:36 കാണാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രകൃതി ശക്തികളെയെല്ലാം തന്നെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.